എഡ്ജ് വിത്ത് എഡ്ജിൻ്റെ ആദ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ വീഡിയോയിൽ മലയാളത്തിൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ വന്നതിൽ വളരെ കുറച്ച് വീഡിയോ മാത്രം വന്നിട്ടുള്ള ആങ്കേർഡ് VWAP അഥവാ AVWAPനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പൊതുവേ എല്ലാവർക്കും അറിയുന്നതാണ് VWAP അഥവാ വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ്. എന്താണ് VWAPും ആങ്കേർഡ് VWAPും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആങ്കേർഡ് VWAP എപ്പോഴും VWAPിന്റെ ആവറേജ് ആണ്. അഥവാ നമ്മൾ ആങ്കർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നങ്കൂരമിടൽ. അപ്പോൾ VWAP 5 മിനിറ്റിൻ്റെതോ 10 മിനിറ്റിൻ്റെതോ മണിക്കൂറിൻ്റെതോ എത്രയായാലും അത് ലോകത്തെ എല്ലാ ഭാഗത്തും ഒരേ അസറ്റിൽ ഒരേ പോയിന്റിലായിരിക്കും അത് വരിക. പക്ഷേ AVWAP നിങ്ങളെ ഇഷ്ടത്തിന് എവിടെയാണ് ആങ്കർ ചെയ്യേണ്ടത് അതിനനുസരിച്ചാണ് സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുക. അതിപ്പോൾ ഫിയർ സോൺ എന്ന് പറയും. ഈ 2008 ക്രാഷിൻ്റെ സമയത്തുള്ളത്, ഈ 2020 കോവിഡിൻ്റെ, ഈ ഉക്രൈൻ യുദ്ധ സമയത്ത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ സോണിലാണ് കൊണ്ടുപോയിട്ട് AVWAP നമ്മൾ ആങ്കർ ചെയ്യും. എന്നിട്ട് ആ സമയത്തെ വാല്യൂവിൻ്റെ, അസറ്റിൻ്റെ വാല്യൂവിൻ്റെ ആവറേജ് കിട്ടാൻ വേണ്ടിയാണ് നോർമലി ഇത് ഉപയോഗിക്കുക. അപ്പോൾ വലിയ വലിയ FIS, DIS അതുപോലെ വലിയ തുകയ്ക്ക് സ്റ്റോക്ക് വാങ്ങുന്നവരൊക്കെ ആവറേജ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏത് അസറ്റ് ആണെങ്കിലും ആവറേജ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് AVWAP. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗങ്ങൾ നമ്മളെ കോഴ്സിൽ മറ്റൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു സ്ട്രാറ്റജി ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്, ഓപ്ഷൻ സെല്ലിങ്ങിന് വേണ്ടിയിട്ട്. നമുക്കത് നമ്മളെ മോണിറ്ററിൽ എങ്ങനെയാണ് അതിൻ്റെ സെറ്റിങ്സ് എന്തൊക്കെയാണ്, എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിലുപയോഗിക്കുന്ന ടൂളുകൾ മറ്റൊക്കെ നമുക്ക് കൂടുതലായിട്ട് മോണിറ്ററിൽ നിന്ന് കാണാം. എങ്ങനെയാണ് ഡ്രോയിങ്ങിൽ ആഡ് ചെയ്യുക നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഇപ്പം ഞാൻ സെറോദേൻ്റെ IQ ചാർട്ടാണ് നോക്കുന്നത്, 1 ഡേ. അപ്പോൾ IQ ചാർട്ടിലും ചെയ്യാം, ട്രേഡിംഗ് വ്യൂവിൽ ചെയ്യാം, എല്ലാത്തിലും ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ IQ ചാർട്ടിൽ എങ്ങനെയാണ് ഇത് ആഡ് ചെയ്യുക വേണ്ടിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമൽ എല്ലാ ഇൻഡിക്കേറ്ററും കിട്ടുന്ന സ്റ്റഡീസിൽ പോവുക. സ്റ്റഡീസിൽ പോയിട്ട് AV അത് അടിച്ചാൽ തന്നെ വരും. ആങ്കേർഡ് VWAP ഇതാകണ്ടോ, ഇത് ആഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ 2 ഓപ്ഷൻ നമുക്ക് ഉണ്ടാവുക. നമുക്ക് ഏത് ദിവസം ഏതെങ്കിലും, ഇപ്പോൾ സപ്പോസ് 2008 ബിഗ് ക്രാഷ്, നമ്മളെ US-ലുണ്ടായ ബബിള് അതുമായിട്ട് ബന്ധപ്പെട്ട ക്രാഷ്, അല്ലെങ്കിൽ 2020 നമ്മളെ കോവിഡിൻ്റെ ക്രാഷ്. അപ്പോൾ എപ്പോൾ വേണം, ഏത് സമയം വേണം, ഇത് അതുപോലെ ഇത് എന്ത് ചെയ്യുക, HLC/3 ഓപ്പൺ ഹൈ ലോ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. സാധാരണ HLC/3 ആണുള്ളത്. പിന്നെ ഹൈ ലോ ക്ലോസ് ഡിവൈഡ് ബൈ 3, അതുപോലെ ടൈം, ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. എനിക്ക് വേണ്ട ചാർട്ടിൽ എവിടെയാണോ, ഇതിനിങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്, നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെയാണ് കൊണ്ടുപോയി വലിച്ചിട്ട് കഴിഞ്ഞാൽ മതി. ഇപ്പോൾ സപ്പോസ് ജൂൺ 4 ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ അന്നത്തെ അതിൻ്റെ ആവറേജാണ് വേണ്ടതെങ്കിൽ ഞാനത് അവിടെ വലിച്ച് അവിടെ ഇട്ടു. ഇപ്പോൾ അതിൻ്റെ ആവറേജ് കിട്ടി. ഇപ്പോൾ അതിൻ്റെ ആവറേജിൻ്റെ അടുത്ത് എന്ത് ചെയ്തു, ഈ സാധനം സപ്പോർട്ട് എടുത്ത് ഓരോ പ്രാവശ്യങ്ങളും പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ്, അങ്ങനെയാണിത് ഉപയോഗിക്കുക. ഇതിൽ വേറെ നിങ്ങൾക്ക് ഇനി ഒന്നും ചേഞ്ച് ചെയ്യാനില്ല. ഇതിൽ ഈ സ്റ്റഡീസിൽ ആങ്കേർഡ് VWAP എവിടെയാണോ ഇടേണ്ടത് നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയിട്ടിട്ട് അതിൻ്റെ ആവറേജ് കാണാം. അങ്ങനെയാണ് സാധാരണ IQ ചാർട്ടിലിടുക. ഇനി നമുക്ക് ഈ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സൈഡിലുണ്ടല്ലോ നമ്മളെ ടൂൾസിൻ്റെ, അതിൽ 4ാമത്തെ നോർമലി പിന്നെ ഫിബനാച്ചി റിട്രേസ്മെൻ്റ് ഒക്കെ എടുക്കുന്നതിൻ്റെ അതിന് ശേഷം വരുന്ന ഇവിടെ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ആങ്കേർഡ് VWAP. ഇത് എവിടെയാണോ ചെയ്യേണ്ടത്, ഇപ്പോൾ സപ്പോസ് എനിക്ക് ഇവിടെയാണ് വേണ്ടതെങ്കിൽ ഇവിടെ ഇതായി കൊടുത്തു കഴിഞ്ഞാൽ സാധനം കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ട്രേഡിംഗ് വ്യൂവിൽ സാധാരണ ഇത് ചെയ്യുക. ആ രീതിയിൽ ചെയ്യാം. അത് നോർമൽ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം, പിന്നെ ബ്രോക്കർ ടെർമിനലിൽ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. IQ ചാർട്ടിൽ ഇങ്ങനെയാണ് ചെയ്യുക, ഓരോന്നിലും വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തുകൊണ്ട് നോർമലി ഞാനൊക്കെ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ഉണ്ട്. ഇപ്പോഴും എൻ്റെ ലൈവ് ട്രേഡ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ലൈവ് ട്രേഡ് നടക്കുന്ന പൊസിഷൻസ്, നമുക്ക് പൊസിഷനിൽ പോവാം. പൊസിഷനിലിപ്പോൾ ഒരു ഇതിപ്പോൾ എൻ്റെ ഇപ്പോൾ മൊത്തം ഇത് നടക്കുന്നതാണിത്, കണ്ടോ. ഇപ്പോൾ പിന്നെ കുറേ ഞാൻ ബുക്ക് ചെയ്തു, ഒരു 18,000-ഓളം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ഉണ്ട്.
നിഫ്റ്റീൻ്റെ ഇതിൽ നിഫ്റ്റി അടുത്ത ഒക്ടോബർ 7 പി 24,500. അപ്പോൾ ഞാൻ സാധാരണ 1 ഹവറിൻ്റെ ചാർട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ ആങ്കേർഡ് വിവാപ്പ് ആൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതാണ്. അതുപോലെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് വിവാപ്പാണ്, വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ്. ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുന്ന പോയിൻ്റ്, ഇത് നമ്മളെ സെല്ലിംഗ് പോയിൻ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേറൊരു ക്യാച്ച് കൂടി ഉണ്ട്. ഇത് ആദ്യത്തെ ഒരു 2 മാസം ഞാൻ ഈ സംഭവം ഒഴിവാക്കും. ഈ 2 സംഭവത്തിൽ ഇതിലാകെ ഞാൻ ഈ സമയത്ത് നോർമലി ഞാൻ ഉപയോഗിക്കുക, ആദ്യത്തെ ഇത് ഓപ്പൺ ചെയ്ത് 6 മാസം മുന്നേ ആണല്ലോ നോർമലി, 5 മാസം 6 മാസം കൂടുമ്പോഴാണ് ഓരോ സ്ട്രൈക്ക് പ്രൈസുകൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ഞാൻ സാധാരണ ഉപയോഗിക്കൽ സ്ട്രാറ്റജി ബേസാണ്. ഇപ്പോൾ ഇത് പിന്നെ ആ സമയത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മുകളിലാണ്, അതായത് ആങ്കേർഡ് വിവാപ്പിൻ്റെ മുകളിലാണ്. അപ്പോൾ ആ സമയത്ത് അതുപോലെ പിന്നീട് താഴെ വന്നു. പക്ഷേ ഈ ഏത് സമയത്ത് ഒരു സ്പൈക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ പ്രീമിയം ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടം വരും, അത് കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ അങ്ങനെ ഒരു ക്യാച്ച് ഉണ്ട്. അത് വിശദമായ ക്ലാസ്സുകളിലും മറ്റുമൊക്കെയാണ് നമ്മൾ ഓപ്ഷൻ സെല്ലിംഗ് പഠിപ്പിക്കുന്നതിലൊക്കെയാണ് സാധാരണ പറയുക. അതിന് ചില പ്രത്യേക ക്രൈറ്റീരിയകളുണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒന്നുമല്ല, അത് സാധാരണ ഇത് രണ്ടും കൂടെ വിവാപ്പും ആങ്കേർഡ് വിവാപ്പും കൂടി എവിടെ വെച്ചിട്ട് ക്രോസ് ചെയ്ത് താഴത്തേക്ക് പോരുന്നോ ആ കൃത്യമായ രീതിയിൽ പോരുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ സെല്ല് ചെയ്യുക. ഇപ്പോൾ നോക്കൂ, ഞാനിത് ഈ ഭാഗത്തുനിന്ന് ഇവിടുന്നാണ് ആദ്യം സെല്ല് ചെയ്ത്, പിന്നീട് ഞാൻ ഈ സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ കവർ ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ എൻ്റെ സെല്ലിംഗ് പോയിൻ്റ് എന്ന് തന്നെ കണ്ടോ, ഇത് ബ്രോക്കർ ടെർമിനലിലാണ്. ഞാൻ 225 നമ്പർ ഞാനിവിടെ സെല്ല് ചെയ്തിട്ടുണ്ട്, വില 51 രൂപ. അപ്പോൾ കാരണം ഇതിനി എന്തായാലും ഈ സാധനം ഈ ആങ്കേർഡ് വിവാപ്പിൻ്റെ താഴെ പോകുന്ന എല്ലാ സ്ട്രൈക്ക് പ്രൈസുകളും 0 എത്തുക. അതാണ് ഇതിൻ്റെ ധർമ്മം, അഥവാ അതാണ് ഈ സംഭവം ട്രേഡ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം. ഞാനിത് 1 ഹവർ ചാർട്ടിൽ ഇടുന്നു. ഇത് രണ്ടും കൂടി കെട്ടുപടഞ്ഞ് സെല്ലിങ്ങിലേക്ക് വീഴുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ദിവസം കാത്തിക്കണ്ട. പിന്നെ നിങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസൊക്കെ ഇത് എടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ മുകളിൽ ഒരു 1 ഹവറിലെ 1-2 ക്യാൻഡിലുകൾ ഇതിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്യാം. ഞാനൊന്നും സാധാരണ ഇങ്ങനെ കൃത്യമായൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 20 റുപ്യേൻ്റെ സാധനം ഇനിയിപ്പോൾ ഏതായാലും ഈ സാധനം 200 റുപ്യ പോയിട്ട് ഇവിടെ ടച്ച് ചെയ്യില്ല, കാര്യം ഉറപ്പല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഫുള്ളായിട്ട് DK പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 51 രൂപയിൽ ഞാൻ സെല്ല് ചെയ്തു, 20 റുപ്യയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഞാൻ ഫുള്ളായിട്ട് ഏകദേശം ഒരു 2 രൂപ 3 രൂപ വരുന്ന വരെ ഞാനിത് റൈഡ് ചെയ്യിക്കും. കാരണം ഇതിലൊന്നും പേടിക്കാനില്ല, വെറുതെ കിട്ടുന്ന കാശാണ്. 225 നമ്പറുണ്ട്. അപ്പം ഞാനിത് ഉദ്ദേശിച്ച് ഈ ഭാഗത്തുനിന്ന് കവർ ചെയ്തതിന് ശേഷം 2 ദിവസം കൂടി നോക്കി ഈ ഭാഗത്തുനിന്ന് കവർ ചെയ്താൽ ഞാൻ 77 റുപ്യ, അതിന് ശേഷം ഈ ഭാഗത്തുനിന്ന് സെല്ല് ചെയ്തിട്ട് ഒരു 190 റുപ്യെന്ന് ഇത് ചെയ്ത് ഈ ഭാഗത്ത് കവർ ചെയ്താൽ, എന്നിട്ട് പിന്നെ രണ്ടാമത് സെല്ല് ചെയ്ത് അതിപ്പോൾ ആൾറെഡി ട്രേഡ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് പേഴ്സണലി ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് സെല്ലിംഗ് വേണ്ടിയിട്ട്. പിന്നെ എങ്ങനെയാണ് നമ്മളൊരു ആങ്കേർഡ് വിവാപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സെല്ലിംഗ് പോയിൻ്റ് കണ്ടെത്തുക. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് ക്യാച്ചുകളുണ്ട്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മളെ കോഴ്സസിലാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ വളരെ വിശദമായ പ്രോഗ്രാമുകൾ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഇനി നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ 2ാം ഭാഗം എങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ സ്ട്രാറ്റജി ബേസിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ ലിസാർഡ് ഉണ്ടാക്കാനോ സ്പ്രെഡ് ഉണ്ടാക്കാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ. കാരണം സെല്ലിങ്ങിൽ എപ്പോഴും സെല്ലിംഗ് ലെഗ് നമുക്ക് 0 ആവണം. അപ്പോൾ ഇതുപോലുള്ള 2 ലെഗ് ആണ് നമ്മൾ നോർമലി അങ്ങനെയുള്ള ഇതിനൊക്കെ സെലക്ട് ചെയ്യുക. കാരണം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒന്നും പേടിക്കാനില്ല. അപ്പോൾ അതൊക്കെ വളരെ സ്ട്രാറ്റജിക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ അടുത്ത ഇതിൽ ചെയ്യാം, 2ാം ഭാഗത്തിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആങ്കേർഡ് വിവാപ്പിൻ്റെ ഒരു ഉപയോഗം. ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഈ വലിയ റെസിസ്റ്റൻസ് ആയിട്ടും സപ്പോർട്ടായിട്ടും വർക്ക് ചെയ്യുക എന്നുള്ള. അപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ വിവാപ്പ് 2008 ആ ക്രാഷ് ഉണ്ടല്ലോ, അപ്പോൾ US ഉണ്ടായിരുന്ന വിപണി ലേമാൻ ബ്രദർ കൊളാപ്സ്, ആ സമയത്ത് നോക്കിയാൽ മതി. അവിടെ കൊണ്ടുവന്നിട്ടാണ് വിവാപ്പ് ഞാൻ ആങ്കർ ചെയ്തിട്ടുള്ളത്. 2020 കറക്ഷനിൽ നോക്കിയാൽ മതി, വളരെ കറക്റ്റായിട്ട് ആ പോയിന്റിൽ ആങ്കർ ചെയ്തു. അവിടുന്ന് ആളുകൾ, അതായത് FIS DIs വലിയ വലിയ ആളുകൾ വാങ്ങിക്കാൻ തുടങ്ങി. അവിടുന്ന് പിന്നെ മാർക്കറ്റ് തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും. അതുപോലെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കാം, അത് എപ്പോഴൊക്കെ എടുത്ത് വരുന്നുണ്ടോ അവിടുന്ന് പിന്നെ കയറി പോവുകയാണ്. അതാണ് ആങ്കേർഡ് വിവാപ്പിൻ്റെ പ്രത്യേകത. കാരണം വലിയ വലിയ ആളുകളൊക്കെ ഇത് ആവറേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം.
അത് നമ്മൾ എവിടെ ആങ്കർ ചെയ്യുന്നു അവിടെ കൃത്യമായിട്ട് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇത് റെസിസ്റ്റൻസ് ആയിട്ടും എല്ലാം വർക്ക് ചെയ്യും. ഇത് സ്വിംഗ് ട്രേഡിനൊക്കെ ധാരാളം ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. നമ്മളെ കോഴ്സിലൊക്കെ നമ്മളത് സെഷൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ആങ്കേർഡ് വിവാപ്പിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞതൊക്കെ പറന്നു പോകുക എന്നുള്ള അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. P&L ഒന്ന് ലൈവായിട്ട് നോക്കാം. ഓക്കെ, ഇതിൻ്റെ കോപ്പി ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി റിപ്പോർട്ട്സിലൊന്ന് പോവാം. റിപ്പോർട്ട്സ് എന്നിട്ട് നേരെ ട്രേഡ് റിപ്പോർട്ട്, അതിൽ P&L. P&L നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ക്വാർട്ടർ നോക്കാം. അപ്പോൾ ജൂൺ 1 മുതൽ ജൂൺ 30 വരെ അപ്ലൈ കൊടുക്കുക, ഇക്വിറ്റി മാറ്റുക. ഇതൊക്കെ എൻ്റെ ഇക്വിറ്റിയുടെ ട്രേഡാണ്. ഇക്വിറ്റിയിൽ 47,000 അത് ആ മാസം ഉണ്ട്, അത് ഞാൻ വല്ലാതെ ഇത് ചെയ്യുന്നില്ല. ഡെറിവേറ്റീവിൽ നോക്കാം. ഇതാ ഡെറിവേറ്റീവിൽ 65,942. ഡേറ്റ് നോക്കുക, ജൂൺ 1 മുതൽ 25 മുതൽ ജൂൺ 30 വരെ. ഓക്കെ, ഇതിൽ കുറച്ച് ഇക്വിറ്റി ഉണ്ട്, അതിൻ്റെ ഫ്യൂച്ചേഴ്സ് മറ്റേ മറിച്ചൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ നിഫ്റ്റിയാണ് 90%. ഓക്കെ, ഇനി നമുക്ക് ജൂലൈ നോക്കാം. ജൂലൈ 1 മുതൽ ജൂലൈ 31 വരെ അപ്ലൈ 84,133. അപ്പോൾ ഇതിലൊക്കെ ഫുള്ളായിട്ട് നിഫ്റ്റിൻ്റെ ട്രേഡുകൾ തന്നെയാണ് അധികം. ഇതെൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ്. ഇനി ഫാമിലി അക്കൗണ്ട് ഉണ്ട്, പക്ഷേ അത് തുക വലുതാണ്. അത് മാത്രമല്ല, അവരൊക്കെ ഒന്നിലധികം ആളുകളുണ്ട് ഫാമിലിയിലെ മെമ്പേഴ്സ്. അത് മാത്രമല്ല, അവരൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മറ്റൊക്കെ ആയതുകൊണ്ട് അവർക്കത് പുറത്ത് വിടുന്നതിന് താല്പര്യമില്ല. അപ്പോൾ ഇനി ഇത് ഓരോരോ വീഡിയോയിലും ഞാനിതിൻ്റെ മന്ത്ലി ഇതിൻ്റെ കോപ്പി ഉണ്ടാവും, നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ഇപ്പോൾ ഏത് സ്ട്രൈക്ക് പ്രൈസാണെന്നുള്ള കൃത്യമായിട്ട് ഇതിലുണ്ടാവും. ഏത് സ്ട്രൈക്ക് പ്രൈസാണ്, എന്താണ്, എത്രയാണ് പ്രോഫിറ്റ്. എൻ്റെ 15 ലാക്കാണ് എൻ്റെ ഈ പേഴ്സണൽ അക്കൗണ്ടിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വിധ ആളുകളെ കാണാം. ട്രെയിനിങ്ങിന് മാത്രമായിട്ട് ജീവിക്കുന്ന കുറേ ആളുകൾ, അല്ലാതെ ട്രേഡിങ് അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ്. ഞാനൊക്കെ ആ ഒരു ഘട്ടത്തിൽപ്പെട്ട. അതായത് ട്രേഡിങ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുക. അതാണ് എൻ്റെ പ്രധാനത. അല്ലാതെ പിന്നെ യൂട്യൂബിലൂടെ ഒരുപാട് വിജ്ഞാനം വിതറി ട്രേഡ് ചെയ്യാൻ അറിയില്ല, നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് വിജ്ഞാനം കൊടുത്തിട്ടും കാര്യമില്ല. ഓക്കെ, ഇത് 90% സ്ട്രാങ്കിളാണ്. പിന്നെ സ്ട്രാങ്കിൾ ഇതിന് വേണ്ടിയിട്ടൊരു വെബിനാർ നടത്തിയിരുന്നു സ്ട്രാങ്കിളിൻ്റെ. പിന്നെ നമ്മളെ അപ്പോൾ അവർക്കുള്ള അതേ ട്രേഡുകൾ നമ്മളും അവരും ഒക്കെ ഒരേ ട്രേഡാണ് ചെയ്യുക. അല്ലാതെ നിങ്ങളെ പഠിപ്പിക്കാൻ വിടുക, അതോടുകൂടി കഴിഞ്ഞു, അങ്ങനെയുള്ള സംവിധാനമല്ല നമുക്ക്. ഇതൊക്കെ അതിൽ ട്രേഡ് എൻ്റെ ട്രേഡ് ഉണ്ടാവും, എൻ്റെ ട്രേഡ് തന്നെയാണ് അവർ ചെയ്യുക. അല്ലാതെ വേറെ പിന്നെ നമ്മൾ വെറുതെ പഠിപ്പിച്ചു കഴിഞ്ഞു അങ്ങനെയുള്ള സംവിധാനമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെലഗ്രാം ചാനലിൽ നിർബന്ധമായിട്ടും മെയിൻ ചാനലിൽ ജോയിൻ ചെയ്യുക. പിന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. കൂടുതൽ ചാനലിൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യുക. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കാതിരിക്കുക. നിങ്ങളെ കമൻറ്റിനനുസരിച്ചായിരിക്കും ഇനി ഏത് വീഡിയോ. ഇപ്പോൾ ഇതിൻ്റെ തന്നെ AVWAP-ൻ്റെ തന്നെ അടുത്തൊരു സ്ട്രാറ്റജി, ഇപ്പോൾ എങ്ങനെയാണ് ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുക്കുക, അതുപോലെ സ്വിംഗ് ട്രേഡ് എങ്ങനെയാണ് AVWAP ഉപയോഗിച്ചിട്ട് എടുക്കുക. AVWAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകൾ സംസാരിക്കേണ്ട ഒരു വലിയ ടോപ്പിക്കാണ്. അപ്പം നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സ്ട്രാറ്റജി വീണ്ടും ഒന്നുകൂടെ വേറെ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കാതിരിക്കുക.